morning everyone, I'm Hadia from SY BCom. Today I'm going to present a seminar on the topic pension and the exemption limit. എക്സംഷൻ ലിമിറ്റ് ഓഫ് പെൻഷൻ. അപ്പോൾ എക്സംഷൻ ലിമിറ്റ് ഓഫ് പെൻഷൻ പറയുന്ന മുമ്പ് നമുക്ക് ആദ്യം പെൻഷൻ എന്താണെന്ന് പറയാം. ഒരു എംപ്ലോയർ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓരോ മാസം ആ എംപ്ലോയർ കൊടുക്കുന്ന സാലറി പോലെ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് പെൻഷൻ. നമുക്ക് എക്സംഷൻ ലിമിറ്റ് ഓഫ് പെൻഷൻ പറയാം. അപ്പോൾ അതിൽ 3 കേസാണ് വരുന്നത്. ഫസ്റ്റ് വൺ, എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ബൈ ആൾ കാറ്റഗറീസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എംപ്ലോയീസ് and employees of any local authority or of any statutory corporation or any government employee absorbed in a public sector undertaking is fully exempt from tax. അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഫുള്ളി എക്സെപ്റ്റ് ആണ്. അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡ് കേസാണ് എനി പേയ്മെൻറ്റ് ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ റിസീവ്ഡ് ഫ്രം എനി അതർ എംപ്ലോയീസ് എക്സെപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഡസ് നോട്ട് എക്സീഡ്. അതിൽ 2 കേസസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 1/3 ഓഫ് ദി നോർമൽ പെൻഷൻ ഇഫ് ഹി ആൾസോ റിസീവ് ഗ്രാജുറ്റി. സെക്കൻഡ് കേസ്, ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 1/2 ഓഫ് സച്ച് എ പേഴ്സൺ ഇഫ് ഹി ഡസ് നോട്ട് റിസീവ് ഗ്രാജുറ്റി. അതായത് സെക്കൻഡ് കേസിൽ പറയുന്നത് അതർ എംപ്ലോയീസിൻ്റെ കേസാണ്. അതിൽ ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് റിട്ടയർഡ് ചെയ്ത സമയത്ത് ഗ്രാജുറ്റി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ഫുൾ വാല്യൂ കമ്പ്യൂട്ടർ പെൻഷനിൽ നിന്ന് കൊടുക്കും. അതായത് അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ കിട്ടാവുന്ന എല്ലാ എമൗണ്ടും ഇപ്പോൾ തന്നെ കമ്മ്യൂട്ട് ചെയ്യും. ആ എമൗണ്ടിൻ്റെ 1/3 ആണ് അതിന് എക്സെപ്ഷൻ കിട്ടുക. പിന്നെ സെക്കൻഡ് കേസ് പറയുന്നത് റിട്ടയർഡ് ചെയ്ത സമയത്ത് ഗ്രാജുറ്റി കിട്ടാത്തൊരു എംപ്ലോയി ആണെങ്കിൽ, ഇപ്പോൾ എല്ലാ കേസിലും എംപ്ലോയീസിനും ഗ്രാജുറ്റി കിട്ടിക്കോണമെന്നില്ല, ചില കേസിൽ ഗ്രാജുറ്റി കിട്ടാത്ത എംപ്ലോയീസും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ഹാഫ് ഓഫ് ദ ഫുൾ വാല്യൂൻ്റെ ഹാഫ് ഓഫ് കമ്പ്യൂട്ടർ പെൻഷൻ്റെ ഹാഫാണ് അവർക്ക് എക്സംഷൻ കിട്ടുന്നത്. പിന്നെ തേർഡ് കേസാണ് എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഇൻ കമ്മ്യൂട്ടഡ് ഓഫ് പെൻഷൻ from a fund set up by Life Insurance Corporation of India since 1st August 1996 or any other insurer under a pension scheme to which contribution is made by the individual receiving pension could be exempt from income tax. അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സെറ്റപ്പ് ഇങ്ങനത്തെ ഫണ്ടിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നൊരു എംപ്ലോയി ആണെങ്കിൽ, അല്ലെങ്കിൽ പെൻഷൻ സ്കീംസ് പ്രകാരമുള്ള ഇൻഷുറൻസ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ പെൻഷനും കിട്ടുന്ന ആളെ സംബന്ധിച്ച് അതിന് കമ്മ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുന്നത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. അതിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എക്സംഷൻ ലിമിറ്റിനെ കുറിച്ച് പറയാനുള്ളത്.